നമസ്കാരം. നമ്മളിപ്പോൾ പോകുന്നത് കേരളത്തിലെ ഒരു വലിയ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കാണ്. ഇന്ന് ആ വെള്ളച്ചാട്ടം നിലവിലില്ല. മനുഷ്യൻ അതിനെ വിലങ്ങിട്ട് അതിനെ നിയന്ത്രണത്തിലാക്കി. 93 പുരുഷന്മാരും ഒരു പെൺകുട്ടിയും ഉൾപ്പെടെ 94 പേരുടെ ജീവൻ ഇവിടെ അപഹരിച്ച വെള്ളച്ചാട്ടമാണ്. അപ്പോൾ ആ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിയായത്. അപ്പോൾ ഈ വഴി ആ വെള്ളച്ചാട്ടത്തിൻ്റെ മറുകരയിൽ കൂടി വനത്തിലൂടെ ഉള്ള ഒരു വഴിയാണ്. നല്ല തണുപ്പും നല്ല കോടയുള്ള സമയമാണ്. അപ്പോൾ നമ്മൾ ഇതുവഴി വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടിക്ക് സിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അതിനേക്കാട്ടിൽ ഗ്ലാസ്സൊക്കെ താത്തിട്ട് നല്ല സുന്ദരമായിട്ട് നമുക്ക് ഈ വഴി ആസ്വദിച്ച് പോകാം. മറുകരയിലാണ് ഇതിൻ്റെ വാട്ടർ ടാങ്കും അവിടെ റിസോർട്ടുണ്ട്, കോഫി ഷോപ്പുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ മറുകരയിലുണ്ട്. അപ്പോൾ ഈ സൈഡിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. വനത്തിലൂടെ കൊച്ചു വഴി മാത്രമേ ഉള്ളൂ. കോൺക്രീറ്റ് വഴിയാണ്, നല്ല വഴിയാണ്. അപ്പോൾ നമുക്ക് ആ ഡാമിനെ പറ്റി ആ ഡാമും ആ വെള്ളച്ചാട്ടവും അതിനെപ്പറ്റിയൊക്കെ നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഈ വലതുവശത്ത് കാണുന്നത് പമ്പയാറാണ്. പമ്പയാർ ഒഴുകി അങ്ങനെ ഇങ്ങനെ താഴെ വെച്ചൂച്ചിറ വന്ന അവിടെ ഒരു വലിയൊരു വെള്ളച്ചാട്ടമുണ്ട്, പെരുന്തേനരുവി എന്ന് പറഞ്ഞ വെള്ളച്ചാട്ടം. ആ വെള്ളച്ചാട്ടത്തിലാണ് 94 പേരുടെ ജീവനെടുത്ത വലിയ കിണറുകളും ചുഴികളും ഗർത്തങ്ങളും ഒക്കെ ഉള്ളത് അവിടെയാണ്. അപ്പം പലരും ഈ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് എത്തുന്ന സമയത്ത് നാട്ടുകാർ പറയാറുണ്ട് അങ്ങോട്ട് പോകരുതെന്ന്. പക്ഷേ എല്ലാവരും അതിൽ പലർക്കും നീന്തലറിയാവുന്നവരായിരിക്കും. അവരവരുടെ കുളങ്ങളിലോ അല്ലെങ്കിൽ പുഴകളിലോ നദിയിലോ ഒക്കെ നീന്തി പരിചയമുള്ളവരായിരിക്കും. ആ ഒരു ധൈര്യത്തിന് അവർ പലരും ഇതിലേക്ക് എടുത്തിയാടും. അവർ പലരും ചുഴിയിലേക്ക് അകപ്പെട്ടും പോകാറുണ്ട്. ഇതിപ്പം ഈ പമ്പയ്ക്ക് കുറുകയായിട്ട് ഇപ്പോൾ ഒരു ഡാം വന്നു. 2017 നമ്മുടെ കേരള മുഖ്യമന്ത്രി ഉദ്ഘാടനം നടത്തി പണി തുടങ്ങിയതാണ്. ഇപ്പോൾ അത് വർക്കിങ്ങിലാണ്. അപ്പോൾ ഈ കാണുന്ന ലെവലിൽ വെള്ളം ഇവിടെപ്പോഴും നിൽക്കും. എന്നിട്ട് അതിൻ്റെ മേളിൽ കൂടെ കാണുന്ന റോഡാണ്. 5 ടണ്ണിന് താഴോട്ട് ഭാരം കയറ്റി പോകുന്ന വാഹനങ്ങൾക്ക് അതിൻ്റെ മേളിൽ കൂടെ നമുക്ക് മറുകരയിലേക്ക് പോകാം. ഈ കാണുന്നതെല്ലാം ഷട്ടറുകളാണ്. ഈ ഷട്ടറിൽ 3 ഷട്ടർ ഇപ്പോൾ തുറന്നു വെച്ചിരിക്കുക. അപ്പോൾ മേളിൽ നിന്ന് വരുന്ന വെള്ളത്തെ പൂർണ്ണമായിട്ടും ഇവിടെ നിയന്ത്രിച്ച് ഈ ഷട്ടറിൽ കൂടെ താഴേക്ക് നല്ല സ്ലോപ്പാണ്. ആ സ്ലോപ്പിലൂടെ വലിയൊരു കനാലാണ്. ആ കനാലിലൂടെ വെള്ളത്തെ താഴേക്ക് നിയന്ത്രിച്ച് കൊണ്ടുപോയി അവിടെ വലിയൊരു ടണലുണ്ട്. ആ ടണലൊക്കെ നമുക്ക് കാണാം. ഇത് കണ്ടില്ലേ, അവർ ഷട്ടർ പൊക്കുകയാണ്. ഷട്ടർ പൊക്കി വെള്ളം കൂടുതൽ തുറന്നു വിടാൻ വേണ്ടിയുള്ള പൊക്കുകയാണ് ഷട്ടർ. അപ്പോൾ ഈ ഡാമിൻ്റെ ലെവല് അവർ കെട്ടിയിരിക്കുന്ന ആ ഡാമിൻ്റെ ലെവല് കഴിഞ്ഞിട്ട് വരുന്ന വെള്ളം മാത്രമേ ഇപ്പോൾ നമ്മുടെ പെരുന്തേനരുവി എന്ന് പറയുന്ന വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ അതില്ലാത്ത സമയത്ത് ഒരു തുള്ളി വെള്ളം പോലും പെരുന്തേനരുവിയിലുണ്ടാവില്ല. മരുഭൂമി പോലെ കിടക്കുന്ന പെരുന്തേനരുവിയെ നമുക്ക് കാണാം. ഒരുപാട് പേരുടെ ജീവൻ കവർന്നെടുത്ത ആ പെരുന്തേനരുവിയുടെ ഇപ്പോഴത്തെ അവസ്ഥയായി കാണുന്നത്. ചെറിയ ഊറ്റ് പോലുള്ള നീരുറവ് മാത്രമേ ഇപ്പോൾ അതിൽ കൂടെ അങ്ങോട്ട് ഒഴുകുന്നുള്ളൂ. ഇത് നമ്മുടെ ഡാമിൻ്റെ മുകളിലൂടെയുള്ള വഴിയാണ്. അപ്പോൾ ഈ വഴിയിലൂടെ നമുക്ക് കാറുകൾക്കും അതുപോലുള്ള ചെറിയ വാഹനങ്ങൾക്ക് കടന്നു 5 ടണ്ണിന് താഴെയുള്ള വാഹനങ്ങൾക്കെന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള വാഹനങ്ങൾക്ക് നമുക്ക് ഈ വഴിയിലൂടെ കടന്നു പോകാം. അപ്പോൾ ഈ ഡാമിൻ്റെ മുകളിൽ നിന്നുകൊണ്ടുള്ള ആ വ്യൂ നമുക്കൊന്ന് കാണാം. പമ്പയാറിൻ്റെയും താഴത്തെ പെരുന്തേനരുവി എന്ന കേരളത്തിലെ അറിയപ്പെടുന്ന വലിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെയും ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്കതൊന്ന് കാണാം. ഇപ്പം പെരുന്തേനരുവി എന്ന് പറയുന്ന ആ ഭീഭത്സമായ വെള്ളച്ചാട്ടം ഇന്ന് പൂർണ്ണമായും മനുഷ്യൻ്റെ നിയന്ത്രണത്തിലാണ്. ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ പാറകൾ മാത്രം ആയി നിൽക്കുന്ന ഒരു പ്രകൃതി മാത്രമായി പെരുന്തേനരുവി. അതിശക്തമായിട്ട് വെള്ളം വന്ന് അവിടെ ഇടിച്ചിട്ട് അവിടുന്ന് ആ ലെഫ്റ്റ് സൈഡിലേക്കുള്ള കനാലിൽ കൂടെ വെള്ളം പോകുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ കാണുന്ന ഇതിനുള്ളിൽ ഇതൊരു ഷട്ടറാണ്. ഈ ഷട്ടർ തുറന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് പെരുന്തേനരുവിയിലേക്ക് വെള്ളം വരത്തുള്ളൂ. ഇല്ലെങ്കിൽ വെള്ളം എല്ലാം കനാലിൽ കൂടെ പോകത്തുള്ളൂ. ഇതെല്ലാം ചെറിയ ഉറവുകളും പാറകൾക്കും ഇടയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളും മാത്രമാണ്. അടിയിലുള്ള ചെറിയ ഉറവുകളിൽ കൂടെ വരുന്ന വെള്ളങ്ങൾ മാത്രം. ഇതാണ് ലെവല്. ഈ കാണുന്ന ലെവലിൽ നിന്ന് മേപ്പോട്ട് വെള്ളം വന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഈ കഴിഞ്ഞ പേമാരിക്ക് ഇതിൻ്റെ മേപ്പോട്ട് വെള്ളം വന്നിരുന്നു. നന്നായിട്ട് വെള്ളം ചാടി. ആ സമയത്ത് ഈ പരിസരമെല്ലാം ഭയങ്കരമായിട്ട് ടൂറിസ്റ്റുകളായിരുന്നു. ഭയങ്കര ആളുണ്ടായിരുന്നു. ഈ പാവമെല്ലാം അങ്ങേക്കരയും ഇങ്ങേക്കരയും മൊത്തം. ഇപ്പോൾ കണ്ടില്ലേ, ഈ കാണുന്ന പെരുന്തേനരുവി, പഴയ പെരുന്തേനരുവി ഈ രീതിയിലായിരിക്കുകയാണ്. ഇതൊരു 1/2 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 3/4 കിലോമീറ്റർ അത്രയും നീളം മാത്രമേ ഉള്ളൂ.
അല്ലെങ്കിൽ 1 കിലോമീറ്റർ നീളം മാത്രമേ ഉള്ളൂ ഈ രീതിയിൽ കിടക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഈ ടണലിലൂടെ, ഈ കനാലിൽ കൂടെ പോകുന്ന വെള്ളത്തെ അവിടെ കൊണ്ടുവന്ന് വലിയ ഒരു ടണലിൽ സ്റ്റോക്ക് ചെയ്തിട്ട് അവിടെ പവർ സ്റ്റേഷനുണ്ട്. ആ പവർ സ്റ്റേഷനെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിട്ട് വീണ്ടും പമ്പയിലേക്ക് തന്നെ ആ വെള്ളത്തെ വിടുന്നുണ്ട്. അപ്പം നമുക്കൊരു ഈ പെരുന്തേനരുവി എന്ന് പറയുന്ന ആ ഒരു വെള്ളച്ചാട്ടം മാത്രമേ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. പക്ഷേ അത് കാണേണ്ട ഒരു വെള്ളച്ചാട്ടം തന്നെയായിരുന്നു. പക്ഷേങ്കിൽ വരുന്ന ടൂറിസ്റ്റുകളുടെ സുരക്ഷിതമില്ലായ്മ കാരണമാണ് അവിടെ ഇതിൽ 91 പേരാണ് മരണപ്പെട്ടതായിട്ട് പറഞ്ഞിരിക്കുന്നത്. 21/6/2021 വരെ. അതിനുശേഷം 3 പേരും കൂടെ മരണപ്പെട്ടിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും കൊച്ചു കൊച്ചു ഊട് വഴികൾ വരെ ഉള്ള സ്ഥലങ്ങളിൽ വരെ KSEBയും ഗവൺമെൻറ്റും ബോർഡ് വെച്ചിട്ടുണ്ട്. ഇതുപോലുള്ള സുരക്ഷാ സംബന്ധമായിട്ടുള്ള ബോർഡുകൾ. നിങ്ങൾ പാറകളുടെ മുകളിൽ കയറി നിൽക്കരുത്. പാറകളെല്ലാം തെന്നിക്കിടക്കുന്ന പാറകളാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് മുന്നായിട്ട് അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ പാറയിൽ നിന്ന് തെന്നി വീഴും. അടുത്ത് നിൽക്കുന്ന ആളെ കയറി പിടിക്കും, അവരും വീഴും. ഇങ്ങനെയുള്ള ഒരുപാട് മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. പക്ഷേ നമ്മൾ വരുന്നവരാരും അതത്ര ശ്രദ്ധിക്കാറില്ല. ആ ശ്രദ്ധിക്കാത്തതിൽ കൂടിയാണ് ഈ അപകടങ്ങളെല്ലാം സംഭവിച്ചിട്ടുള്ളത്. ഇതേ താഴത്തെ ടണലിൽ വന്ന് കണ്ടോ, ഇവിടുന്ന് താപ്പോട്ട് അതിശക്തമായിട്ടാണ് വെള്ളം താപ്പോട്ട് പതിക്കുന്നത്. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് പ്രൊഡക്ഷൻ സ്റ്റേഷൻ. വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന 6 മെഗാവാട്ട് വൈദ്യുതി ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്തുകൂടി നമുക്ക് താഴേട്ട് ഇറങ്ങാൻ വേണ്ടി ഒരു വഴിയുണ്ട്. ഞാനപ്പോൾ ആ വഴിയിലൂടെ ഒന്ന് പോയി നോക്കി. അപ്പോൾ ഇതിലെ കൂടെ സ്ത്രീകൾക്കൊക്കെ, സിന്ധുവിനൊക്കെ ഇറങ്ങാൻ പ്രയാസമാണ്. മറ്റ് ചെറുപ്പക്കാരായിട്ടുള്ളവർക്കൊക്കെ ഇതുവഴി വരുന്നുണ്ട്. അവർ ഭാര്യയും ഭർത്താവും കുട്ടികളും ഒക്കെ ഇതുവരെയൊക്കെ വരുന്ന കണ്ടു ഞാൻ. അപ്പം ഇതിലെ കൂടെ ഞാൻ താപ്പോട്ട് ഇറങ്ങി നമ്മുടെ മറുകരയിൽ നമ്മളിപ്പോൾ എത്തുക. അപ്പോൾ ഈ മറുകരയിൽ എത്തുന്ന സമയത്ത് നമ്മുടെ ഈ വെള്ളച്ചാട്ടത്തിന് തൊട്ട് താഴെയായിട്ട് ഭയങ്കര കയമുണ്ട്. അപ്പോൾ അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത് 2-3 ആനകൾ കയറി ഇരുന്നാൽ പോലും കാണാത്ത രീതിയിലുള്ള അള്ളുണ്ടത്ര ഈ പാറയ്ക്കുള്ളിൽ. മേളിലുള്ള കിണറുകളിൽ നമ്മൾ വീണ് കഴിഞ്ഞാൽ വെള്ളം നമ്മളെ അതിനകത്തൂടിട്ട് അടിച്ച് കറക്കി താഴെ കൊണ്ടുവന്നിട്ട് ഈ കയത്തിലാണ് കൊണ്ടുവന്ന് നമ്മളെ കുത്തനെ മേപ്പോട്ട് പൊങ്ങി വരുമെന്നാണ് പറയുന്നത് ബോഡി. അത് ചിലപ്പോൾ 3 ദിവസം 4 ദിവസമൊക്കെ കഴിഞ്ഞാൽ അത്രയും ചിലപ്പം ബോഡി വരുന്നത്. അവിടുത്തെ ഒരു ചൂണ്ടയിടുന്ന ഒരു പ്രദേശവാസിയായിട്ടുള്ള ഒരു ചേട്ടനോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഒരു വനിത മാത്രമേ ഇവിടെ മരിച്ചിട്ടുള്ളൂ. ബാക്കി മൊത്തം 18-നും 45-നും വയസ്സിനിടയിലുള്ള ചെറുപ്പക്കാരാണ് മൊത്തം ഇവിടെ മരണപ്പെട്ടതെന്ന് പറഞ്ഞു. ഈ പ്രദേശവാസികളായിട്ടുള്ള ഒരൊറ്റ ഒരാൾ പോലും ഇവിടെ മരണപ്പെട്ടിട്ടില്ല. വന്നതെല്ലാം ടൂറിസ്റ്റുകളാണ്. അപ്പോൾ അത് മറ്റുള്ളവർ പറയുന്ന അനുസരിക്കാത്തത് കൊണ്ട് സംഭവിച്ചു പോയ ദുരന്തങ്ങളത് മൊത്തം. അപ്പോൾ ആ ദുരന്തത്തിന് ഇന്ന് നമ്മുടെ മനുഷ്യനതിനൊരു ബലം കിട്ടും. മുകളിലൊരു ഡാം തീർത്തു, അതിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഇന്ന് വെള്ളച്ചാട്ടം വെറും പാറകൾ മാത്രമായി തീർന്നു. ഇതിനകത്തുള്ള ഗർത്തങ്ങൾ നമുക്ക് കുറേയൊക്കെ നമുക്ക് കാണാം. അതേ കണ്ടില്ലേ, ഇതിനകത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ വെള്ളവും നമ്മളും കൂടെ പോകുമ്പോഴത്തേനും മുകളിൽ നിന്ന് വെള്ളം വന്ന് വീണുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമുക്ക് മേപ്പോട്ട് പൊങ്ങാൻ പറ്റാതായി പോകും. അങ്ങനെയുള്ള ഒരുപാട് ഗർത്തങ്ങളുണ്ട്. ഇത് ഒരു വലിയ ഗർത്തമാണ്. നമ്മളിങ്ങനെ നോക്കുന്നതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഇതിനകത്തൂടെ നമ്മളെ വലിച്ചുകൊണ്ടാകും പോകും വെള്ളത്തിൻ്റെ ഫോഴ്സിൽ അതിനോടൊപ്പം നമ്മളും അങ്ങ് പോയി പാറയ്ക്കകത്തൂടെ ഇട്ട് അടിച്ച് കറക്കി എവിടെയെങ്കിലും ആയിരിക്കും നമ്മളെ കൊണ്ടുപോയി വെള്ളത്തിന് മേളിൽ പൊക്കുന്നത്. ഇതിപ്പോൾ മേളിൽ നിന്ന് ഒലിച്ചു വീഴുന്ന സ്വല്പം വെള്ളം ഇവിടമായിരുന്നു. ഭയാനകമായ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നത് ഇവിടമായിരുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു 10-12 വർഷമായി കൊണ്ടുവന്നു. ഒരു 3 പേര് ഇപ്പം ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് പാറയുടെ മേളിൽ നിൽക്കുകയായിരുന്നു 3 ചെറുപ്പക്കാർ. അപ്പോൾ അങ്ങേക്കരയ്ക്ക് ആൾക്കാർ ഒരുപാട് പേര് ദൃസാക്ഷികളായിട്ട് നിൽപ്പുണ്ട്. ഞങ്ങളെല്ലാം അങ്ങേക്കരയ്ക്ക് നിൽക്കുന്ന വാട്ടർ ടാങ്കിൻ്റെ ഈ കാണുന്ന പമ്പ് ഹൗസിൻ്റെ ഇടയായിട്ട് നിൽക്കുകയായിരുന്നു. ഇവരിവിടുന്ന് മേളിൽ നിന്ന് മഴ പെയ്ത് വെള്ളം ഏറി വന്ന സമയത്ത് അവർ പെട്ടെന്ന് മറുകരയിലേക്ക് കടക്കാൻ വേണ്ടി അവർ 3 പേര് ശ്രമിച്ചു. 3 പേരും വെള്ളത്തിൽ വീണു. അതിൽ ഒരാളെ മാത്രമേ രക്ഷപ്പെടുത്താൻ സാധിച്ചുള്ളൂ. അത് 2 പേര് ചേട്ടത്തി അനിയത്തിമാരുടെ മക്കളായിരുന്നു. 2 ചെറുപ്പക്കാരുള്ളവർ, 10-22-25 വയസ്സിനിടയിലുണ്ടായിരുന്ന 2 പേര്. അതിനവിടെ നിന്നവരെല്ലാം ദൃസാക്ഷികളായിരുന്നു. ചേട്ടത്തി അനിയത്തിമാരുടെ 2 മക്കളായിരുന്നു നഷ്ടപ്പെട്ട്. ഇതേ കണ്ടില്ലേ, പാറയുടെ ഗർത്തങ്ങൾ കണ്ടോ. അന്ന് ഇതുപോലൊന്നും അല്ല, അതിഭയങ്കരമായിട്ട് ശക്തമായിട്ടാണ് വെള്ളം വന്ന് വീഴുന്നത്. ഈ വെള്ളത്തിൽ നമുക്ക് പാറയിലെങ്ങും നമുക്ക് അള്ളിപ്പിടിക്കാനോ പിടുത്തം കിട്ടുകയോ ഒന്നും ചെയ്യത്തില്ല. അത്രയായിട്ട് സ്ലിപ്പായിട്ട് നല്ല സ്മൂത്തായിട്ട് കിടക്കുക. അവിടെ കണ്ട് ഒരുപാട് ഫാമിലി മറുകരയിലുണ്ട്. അവരെല്ലാവരും അവിടെ വന്ന് ഇന്ന് കാഴ്ച കാണുന്നുണ്ട്. കുറച്ച് ആൾക്കാർ ഇത് താഴെ ചൂണ്ടയിടുന്നുണ്ട്. അപ്പം ഇപ്പോഴത്തെ പെരുന്തേനരുവിയുടെ രൂപവും ഭാവവുമായി ഇപ്പോൾ നമ്മൾ കാണുന്നത്.
ഗർത്തങ്ങളും അതുപോലെ തന്നെ ഇവിടെ പിന്നെ ചുഴികൾ, വെള്ളത്തോടൊപ്പം വരുന്ന വലിയ ചുഴി, ഈ കാണുന്ന കയത്തിനകത്തൊക്കെ ഭയങ്കര ചുഴികളുണ്ടത്രേ. താപ്പോട്ട് നമ്മൾ താന്നു കഴിഞ്ഞാൽ നമ്മളെ മേപ്പോട്ട് പൊക്കില്ല, അടിയിലോട്ട് വലിച്ചങ്ങെടുക്കുക. അങ്ങനെയുള്ള ചുഴികളുണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ ഇവിടം തൊട്ട് വെള്ളം താപ്പോട്ടുണ്ട്. ഇപ്പം വെള്ളച്ചാട്ടം നഷ്ടപ്പെട്ടു, ഇവിടം തൊട്ട് വെള്ളം താപ്പോട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു 300-400 മീറ്റർ താഴെയായിട്ട്, അല്ലെങ്കിൽ ഒരു 1/2 കിലോമീറ്റർ താഴെയായിട്ട് ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനായിട്ട് ഉപയോഗിച്ച വെള്ളം ഉൽപ്പാദനം കഴിഞ്ഞിട്ട് പുറത്തേക്ക് വിടുന്നുണ്ട്. അതും ഭയങ്കര പ്രഷറിലാണ് താപ്പോട്ട് പമ്പയാറ്റിലോട്ട് വരുന്നത്. അപ്പോൾ നമുക്കൊരു 1/2 കിലോമീറ്റർ, ഒരു 3/4 കിലോമീറ്റർ നീളമേ ഉള്ളൂ നമുക്ക് ഈ വെള്ളച്ചാട്ടം ഇല്ലാത്തതും വെള്ളച്ചാട്ടം നഷ്ടപ്പെട്ടു പോയത്. ഇന്ന് പെരുന്തേനരുവി കാണാൻ വരുന്നവർക്ക് ഈ ഒരു കാഴ്ച മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. പാറക്കൂട്ടങ്ങളെ, അതിലുള്ള ഗർത്തങ്ങളും കിണറുകളും ഒക്കെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കത്തുള്ളൂ. എങ്കിൽ പോലും ഇപ്പം പോലും നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായ ഭയം തോന്നും. അതാ ഇപ്പോഴത്തെ ഇവിടുത്തെ സ്ഥിതിയും. ഇതാണ് അവിടുത്തെ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന പവർ സ്റ്റേഷനാണ് ഈ കാണുന്നത്. ഈ പവർ സ്റ്റേഷനിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചിട്ട് ഇവിടുന്ന് അവർ ഈ ഇടതുവശത്തേക്കൊരു കനാൽ പോയിട്ടുണ്ട്. അതിലൂടെ പമ്പയിലേക്ക് തന്നെ വീണ്ടും വെള്ളം പോവുക. അപ്പോൾ ആ പോകുന്ന വെള്ളം നല്ല ശക്തമായിട്ടാണ് അവിടുന്ന് പമ്പയാറ്റിലേക്ക് വീഴുന്നത്. ആ ഭാഗത്തൊന്നും ആൾക്കാരൊന്നും മീൻ പിടിക്കാനോ ഇതിനൊന്നും ഇറങ്ങത്തില്ല, അവിടെ ഇറക്കത്തില്ല. ഇവിടെ നമുക്ക് പ്രവേശനമില്ല. ഈ ഗേറ്റിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പ്രവേശനമില്ല. അവിടെ സെക്യൂരിറ്റി ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള വേറെ സ്പെഷ്യൽ പെർമിഷനൊക്കെ തിരുവനന്തപുരത്തു നിന്ന് മേടിക്കണം. പെരുന്തേനരുവി സ്മാൾ ഹൈഡ്രോ പ്രൊജക്റ്റാണ് ഇത് നടക്കുന്നത്. 6 മെഗാവാട്ട് വൈദ്യുതി ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പം പമ്പയെ തടഞ്ഞു നിർത്തി പെരുന്തേനരുവിക്കൊരു നിയന്ത്രണം ഇട്ട് ഇപ്പോൾ നമ്മൾ വൈദ്യുതി ഇവിടുന്ന് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 6 മെഗാവാട്ട് വൈദ്യുതി. ഇവിടെ ആർക്കും അകത്തേക്ക് പ്രവേശനമില്ല. പൊതുജനങ്ങൾക്ക് ഒരു കാരണവശാലും അകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ലെന്ന ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് മാത്രമേ ഇവിടുത്തെ പ്രവേശനമുള്ളൂ. ദേ കണ്ടില്ലേ, ഇവിടെ വെള്ളത്തിൻ്റെ അളവ് കണ്ടോ? ഇവിടെ വെള്ളം വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടുത്തെ ഉൽപ്പാദനം കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്ന വെള്ളമാണ് ഇവിടെ തുറന്നു വിട്ടു ഇവിടെ പുറത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് താപ്പോട്ടുള്ളവർക്ക് വെള്ളമുണ്ട്. ഇപ്പം പെരുന്തേനരുവി വെള്ളച്ചാട്ടം മാത്രമേ ഇല്ലാതായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ കാണുന്ന അവരുടെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ടണലിൻ്റെ മുകളിൽ കൂടെ, ഡാമിൻ്റെ മുകളിൽ കൂടെ നമ്മൾ മറുകരയിലേക്ക് പോകുന്നിടത്ത് നമ്മളിപ്പോൾ ഡാമിൻ്റെ മുകളിലേക്ക് കയറി മറുകരയിലേക്ക് എത്തുന്നിടത്ത് അവിടെ നമ്മൾ പിന്നെ ഇതിൻ്റെ ഈ ഡാമിൻ്റെ നീളവും കാര്യങ്ങളും അതിന് ചിലവായ തുകയും പിന്നെ മറ്റിവിടെ മരണപ്പെട്ടവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഈ രീതിയിൽ പെരുന്തേനരുവിയെ കാണാം. അതല്ല, ഭയങ്കരമായിട്ട് വെള്ളം കയറി കിടക്കുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡാം നിറഞ്ഞിട്ട് ബാക്കി വരുന്ന വെള്ളം മറുകരയിൽ ഒഴുകുന്ന നമുക്ക് കാണാം. ഇപ്പം ഞങ്ങളിപ്പുറത്തെ മറുകര വന്നു, പമ്പ് ഹൗസിൻ്റെ അവിടെ വന്നു. അപ്പോൾ ഈ പമ്പ് ഹൗസിൻ്റെ അവിടെ നല്ല കുട്ടികൾക്കുള്ള പാർക്കുണ്ട്, പിന്നെ കോഫി ഷോപ്പുണ്ട്, പിന്നെ മിസ്റ്റ് മൗണ്ടൻ എന്ന് പറഞ്ഞൊരു റിസോർട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ അവിടെ നമ്മൾ ഇന്നും വരെയും എങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ബോർഡ് കൂടി അവിടെ വെച്ചിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ, സെക്രട്ടറിയുടെ, മെമ്പറുടെ, ആ വാർഡിൻ്റെ മെമ്പറുടെ, പോലീസിൻ്റെ, അടുത്തുള്ള ഹോസ്പിറ്റലുകളുടെ നമ്പറുകൾ, ഫയർഫോഴ്സിൻ്റെ നമ്പറുകൾ മൊത്തം എഴുതിയ ഒരു ബോർഡ് പ്രത്യേകം അവിടെ വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അപകടം ആർക്കെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എത്തിക്കാൻ പറ്റുന്ന, ഹോസ്പിറ്റലിലേക്ക് വിളിക്കാൻ പറ്റുന്ന നമ്പറുകൾ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ ലൊക്കേഷനുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്ക് മറ്റൊരാളുടെ സഹായം അവിടെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടുന്ന എല്ലാ മുൻകരുതലുകളും അവിടെ ചെയ്തിട്ടുണ്ട്. ദേ കണ്ടില്ലേ, എത്ര ഭീവത്സമായ ഒരു മുഖമാണെന്ന് നോക്കി. ഈ പാറയുടെ മുകളിൽ കൂടെ നിറഞ്ഞ ഈ വാട്ടർ ടാങ്കിൻ്റെ അടി വരെ എത്തുന്ന രീതിയിൽ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടുന്ന് താപ്പോട്ട് പതിക്കുകയാണ്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ എന്തായിരിക്കും, ആ വെള്ളത്തിൻ്റെ ഫോഴ്സ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിൻ്റെയൊക്കെ അടുത്ത് ചെന്ന് നിന്ന് വെള്ളത്തിൽ കാലും നനച്ച് സെൽഫി എടുക്കാനും ഒക്കെ നിന്ന് പാറ തെന്നി വെള്ളത്തിലേക്ക് വീണാണ് ഒരുപാട് പേരും, ഇതിൽ കൂടുതൽ ആൾക്കാരും മരണപ്പെട്ടത്. ഒരാൾ മാത്രമേ എന്തോ ഉള്ളൂ ഇവിടെ ആത്മഹത്യ ചെയ്തതെന്ന ആ ചൂണ്ടയിടുന്ന ഒരാൾ പറഞ്ഞത്. ഇതേ കണ്ടല്ലേ, അവർ ചൂണ്ടയിടുന്നുണ്ട്, നല്ലപോലെ മീനും ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് ഈ പെരുന്തേനരുവി നമുക്ക് ഇപ്പോൾ കാണാൻ സാധിച്ചത് വളരെ ഒരു ഭാഗ്യമാണ്. കാരണം പണ്ടത്തെ ഭീവത്സമായ മുഖം ഒന്നും ഇപ്പം പെരുന്തേനരുവിക്കില്ല. പക്ഷേ വെള്ളമുള്ള സമയത്ത് അവിടെ ആരും ഇറങ്ങരുത് എന്നിട്ട് പോലും ഇപ്പം ഫാമിലി പിള്ളേരെയും കൊണ്ട് ആ പാറ ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മലയിൽ മഴ പെയ്താൽ നമ്മൾ നിൽക്കുന്ന നെപ്പി വെള്ളം വന്ന് കയറും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.